ഹലോ, ഇന്നൊരു വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. കുഞ്ഞാച്ചി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞാച്ചിക്ക് കളർ ഡ്രസ് ആയിരുന്നു കേട്ടോ. അമ്മ പോയി വിളിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ കുഞ്ഞാച്ചി വന്ന് അകത്തോട്ട് കയറി കഴിയുമ്പോഴാണ് ശരിക്കും ഇവന്മാരുടെയൊക്കെ സമയം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, വേറെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാച്ചി വന്നു കഴിഞ്ഞിട്ടാണ് അണ്ണാനും കിളിയും ലിയോയും എല്ലാവരും ഒന്ന് ഓണാവുന്നതേ. ഒരെണ്ണമൊന്നും അല്ല കേട്ടോ, കുറേ വരും കുറച്ച് നേരമൊക്കെ കൂടെ കഴിയുമ്പോഴത്തേന്. ഇതാണ് സ്ഥിരമായിട്ട് വരുന്ന ആൾ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചൂളം അടിക്കുമ്പോഴത്തേന് നമ്മളെ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കും. അപ്പം ഇന്ന് മാഗി ഇരിപ്പുണ്ടായിരുന്നേ. കുഞ്ഞാച്ചി വന്നപ്പോൾ തന്നെ മാഗി ഉണ്ടാക്കാനെന്നും പറഞ്ഞാണ് വന്നത്. രാവിലെ അവൾ കണ്ടിട്ട് പോയതല്ലേ. അപ്പം മാഗിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. കുഞ്ഞാച്ചിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മെറ്റിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് കുറേ ചെടിയൊക്കെ പറിച്ച് മാറ്റിയായിരുന്നു. ദൈ നിൽക്കുന്നിടത്തൊന്നും ഇട്ടിട്ടില്ല. അത് ഇട്ടത് വൃത്തികേടായെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. കുഞ്ഞാച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് കുഞ്ഞാച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കണം. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവളെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എന്ന് നോക്കുമ്പോൾ അവൾ ഇച്ചിരി കൊടുത്തോട്ടെ എന്നാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത്. പിന്നെ ഞാനത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കൈ കഴുകാൻ ഒടിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോഴാണ് കേട്ടോ ഇവരെല്ലാവരും കൂടി വരുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു ആവയാണേ. അപ്പം അജിത്തേട്ടനാണെങ്കിലും ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അന്നേരം അതറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അജിത്തേട്ടൻ്റെ അനിയത്തിയുടെ മോനാണേ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മളുമായിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കാനൊക്കെ. കുഞ്ഞാച്ചിയുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. അവനും കുഞ്ഞാച്ചി എന്ന് വെച്ചാൽ ജീവനാണ്. ചേച്ചി 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 എന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നേ. കുഞ്ഞാച്ചിക്കാണെങ്കിൽ ഭയങ്കര നാണവും കേട്ടോ. അവൻ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ കുഞ്ഞാച്ചി അങ്ങ് നാണിച്ചങ്ങ് കുഴയുമായിരുന്നു. അനിയൻകുട്ടനാരാ? 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 അവൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞങ്ങളപ്പോൾ നന്ദുവിൻ്റെ അടുക്ക ചോദിച്ചു. നന്ദു എൻ്റെ ചേച്ചിയാണേ. നന്ദുവിൻ്റെ അടുക്ക ചോദിക്കുമ്പോൾ നന്ദുവിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദുവിനെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്ഥിരം കേൾക്കുന്നതല്ലേ. കിച്ചു ചേട്ടൻ എന്തേ? അയ്യോ, പശുവാ അത്. പശുവൊന്നും അല്ലെന്ന് ആര് പറഞ്ഞു? പശുവാ അത്. ചേച്ചി പോവല്ലേ ചേച്ചി? ചേച്ചി പോവല്ലേ ചേച്ചി? പോവല്ലേ ചേച്ചി? ചിരിച്ചേ 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 കാണിച്ചേ. എന്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണുവണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വിഷ്ണുവണ്ണൻ്റെ മടിയിലായിരുന്നു കേട്ടോ ഫുൾ ടൈം. അനിയൻകുട്ടാ ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മൾ പിള്ളേരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ സമയം പോകുന്നതേ അറിയത്തില്ലല്ലോ. രാത്രിയായിട്ടാണ് കേട്ടോ അവർ പോയത്. അത്രയും സമയം പോയത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അവനാണെങ്കിൽ പോകണമെന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൻ പോകാനൊന്നും റെഡി അല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. നല്ലൊരു ദിവസമായിരുന്നു. അവൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും നമ്മൾ സമയം പോയതുപോലെ അറിഞ്ഞില്ലെന്ന് പറയാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.